ശബരിമലയിലെ ബുദ്ധവിഗ്രഹമാണെന്നാണ് ഒരു പറയപ്പെടുന്നത്. പിന്നെ ബുദ്ധമതവും അതിൻ്റെ ഈ ചാക്യാർമാരിലേക്കുള്ള അങ്ങനെയാണ് ചാക്യാർമാരിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ നങ്ങ്യാർ കൂത്ത് ആദ്യമായിട്ട് നഗ്നരായിട്ടാണോ അവർ കൂത്താടിയിരുന്നത് ശരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്താണ് നങ്ങ്യാർ ബ്ലൗസ് ധരിച്ചു. അത് അവരുടെ ഇടയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പുരോഗമനപരമായിട്ടുള്ള കാര്യമാണ്. അതേക്കുറിച്ച് നിങ്ങൾക്ക് വേറെ തന്നെ ടോക്കുകളിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നഗ്നയാറാണ് നങ്ങയാർ, അതിനുള്ള മൈഥുനമാണ് എന്നുള്ളതിനുള്ള എവിഡൻസ് നമുക്ക് ടെമ്പിൾ ഇൻസ്ക്രിപ്ഷൻസിലും മണിപ്രവാള കൃതികളിലും കാണുന്നുണ്ട്. അത് അശ്ലീലമായൊക്കെ തീരുന്നത് ഇപ്പോൾ നമുക്ക് റിലീജിയനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ തന്നെയാണ് നമ്മളുടെ ദേവതകളും വസ്ത്രം ധരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കാത്ത ഇപ്പോൾ തിരുവല്ല എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരാൾ പൊക്കത്തിലുള്ള വിഗ്രഹമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ന്യൂഡായിട്ടുള്ള വിഗ്രഹമാണ്. അപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ സ്വഭാവം മാറ്റുന്നത് ഹാരമണിയിച്ച്, ചന്ദനമണിയിച്ച്, കളഭമണിയിച്ച്, വസ്ത്രം ഉടിപ്പിച്ചൊക്കെയാണ് വിഗ്രഹത്തെ നമ്മൾ മാറ്റുന്നത്. അത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന് ജൈന ബൗദ്ധ മാർക്കിങ്സ് അറിയാതിരിക്കാൻ, മറ്റൊന്ന് ഇപ്പോഴത്തെ നമ്മൾക്കത് അശ്ലീലമാണ്. ഇറോട്ടിക് ഫിഗേഴ്സ് എന്നാണ് യൂറോപ്യൻസ് ഇതിനെ വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം യൂറോപ്യൻസ് വന്നപ്പോഴാണ് ഇത് നമുക്ക് ഇറക്ഷൻ ഉണ്ടാക്കുന്ന ഇറോട്ടിക്കായിട്ട് മാറുന്നത്. അതിനു മുമ്പ് മൈഥുനം, ശൃംഗാരം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഫിലോസഫിക്കലായിട്ടുള്ള നമ്മളെ സ്പിരിച്വൽ ലൈഫിൻ്റെ ഭാഗമാണ്. അതൊരു പ്രശ്നമൊന്നുമല്ല. നഗ്നത എന്ന് പറയുന്നത് പ്രശ്നമായി തരുന്നത് കൊളോണിയൽ പീരീഡിലാണ്. അതുകൊണ്ട് നഗ്നയാർ നഗ്ന നൃത്തം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ മൂവ്മെൻ്റാണ്. അതൊരു സെക്ഷൽ യോഗയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിലീജിയസ് പ്രാക്ടീസസ് ആണ്. അത് പ്രശ്നമായി തരുന്നത് ബ്രിട്ടീഷ് പീരീഡിലാണ്. ആ സമയത്താണ് മണിപ്രവാളത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വരികയും അതിനെ അവർ ഈ മണിപ്രവാള കൃതികൾ എഴുതിയ ഒരു സമൂഹം തന്നെ അതിനെ നിഷേധിക്കുകയും ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ അതിനുള്ള തെളിവുകൾ നമുക്ക് എംപിറിക്കലായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ബുദ്ധൻ്റെ ശബരിമലയിൽ അതേക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ചിലപ്പതികാരം കാവ്യത്തിൻ്റെ തന്നെ ചാത്തൻ, പാഷണ്ഡ ഭൈരവനാം ചാത്തൻ എന്നാണ് ചിലപ്പതികാരത്തിൽ ബുദ്ധൻ അറിയപ്പെടുന്നത്, ചാത്തൻ അറിയപ്പെടുന്നത്. ആ കഥയാണ് പിൽക്കാലത്ത് ശബരിമലയിൽ കാണുന്ന കഥയായിട്ട് മാറുന്നത്. എൻ്റെ പഠനത്തിൽ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ലെജൻസിൽ ഇങ്ങനത്തെ മാറ്റങ്ങളുണ്ട്. കേരളത്തിലെ ബുദ്ധ പാരമ്പര്യത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് അയ്യപ്പനെയും ചാത്തനെയും ശാസ്താവിനെയൊക്കെ കാണുന്നത്. അത് പല കാലത്ത് പല ദേശത്തിൽ പല സമൂഹത്തിൽ അതിൻ്റെ ആരാധനയുടെ തലത്തിൽ വന്നിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് ഈ ദേവത പല പേരുകളിലും പല ജനസമൂഹത്തിലും അറിയപ്പെടാനുണ്ടായ കാരണമാവുന്നത്. അപ്പോൾ ശബരിമല എന്നല്ല, വെസ്റ്റേൺ ഗഡ്സിൽ കാണുന്ന ശാസ്താവ് ദുർദേവതയാണ്. നമ്മുടേതല്ലാത്ത ദേവതയൊക്കെ നമുക്ക് ദുർദേവതയാണ്. അപ്പോൾ അത് ആരുടെ ദേവതയാണ്? നമ്മൾക്ക് കാണുന്ന ഏർലി മെഡീവൽ പീരീഡിലെ റെഫറൻസ് പ്രകാരം വെസ്റ്റേൺ ഗഡ്സിൽ കാണുന്നത് ചാത്തൻ. ആ ചാത്തൻ എന്ന് പറയുന്നത് പാഷണ്ഡ ഭൈരവനാം ചാത്തനാണ്. കുറിയ ചാത്തൻ എന്ന് പറഞ്ഞാൽ ബുദ്ധനാണ്. അപ്പോൾ അവലോകിതേശ്വരൻ, താര തുടങ്ങിയിട്ടുള്ള ദേവതകളാണ് മലദേവതകളായിട്ടുണ്ടായിരുന്നത്. ആ മലദേവതയാണ് ബ്രാഹ്മണിക്കായിട്ടുള്ള ഒരു വേർഷൻ്റെ സമയത്ത് ദുർദേവതയായിട്ട് മാറുന്നത്. അങ്ങനെ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ശബരിമലയെക്കുറിച്ച് മാത്രമായിട്ട് ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ അല്ല.